ചടയമംഗലത്ത് എം ഹസനെതിരെ മത്സരിക്കുമെന്ന് KPCC എക്സിക്യൂട്ടീവ് അംഗം ചിതറ മധു. ഇത്തരത്തിൽ കോൺഗ്രസിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ വരുമ്പോൾ കോൺഗ്രസിൽ കൂട്ടയടി നടക്കുന്നുണ്ടോ? സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റ് VM സുധീരനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും ഉള്ള നിലപാടുകളെ പാർട്ടി പ്രവർത്തകർ ഏതു തരത്തിൽ സ്വീകരിക്കുന്നു? ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുമ്പോൾ KTDC ചെയർമാനും KPCC എക്സിക്യൂട്ടീവ് അംഗവുമായ വിജയൻ തോമസ്, അതോടൊപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ A സജീവൻ, രാഷ്ട്രീയ നിരീക്ഷകനായി ഫക്രുദ്ദീൻ അലി, അതോടൊപ്പം UDF വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകനുമായി KV മനോജും. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസിൽ കൂട്ടയടിയോ? ചടയമംഗലത്ത് എം ഹസനെതിരെ മത്സരിക്കുമെന്ന് KPCC എക്സിക്യൂട്ടീവ് അംഗം ചിതറ മധു. അതോടൊപ്പം തന്നെ ശക്തമായ വിയോജനക്കുറിപ്പുമായി പത്തനംതിട്ട മുൻ DCC ജനറൽ സെക്രട്ടറിയും ട്രഷററും KPCC നിർവാഹക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് K ജയവർമ്മയും രംഗത്തെത്തുന്നു. ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുമ്പോൾ വിജയൻ തോമസ്, KTDC ചെയർമാനും KPCC എക്സിക്യൂട്ടീവ് അംഗവും, മുതിർന്ന മാധ്യമപ്രവർത്തകൻ A സജീവൻ, ഫക്രുദ്ദീൻ അലി, KV മനോജ്, ചിതറ മധുവും അഡ്വക്കേറ്റ് ജയവർമ്മയും ടെലിഫോണിലും ചേരും. ആദ്യം KPCC എക്സിക്യൂട്ടീവ് അംഗവും KTDC ചെയർമാനുമായ വിജയൻ തോമസ്, വളരെ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയിൽ വളരെ അഭിമാനത്തോടെ താങ്കൾ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള രീതിയിൽ ഏറ്റവും അഭിമാനിക്കുന്നു എന്ന് വളരെ സന്തോഷത്തോടെ ഹൃദയത്തിൽ തൊട്ട് കൈവയ്ക്കുമെന്ന് പറയുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം കണ്ടിട്ടില്ലാത്തത്രയും ആർജവുമുള്ളൊരു KPCC പ്രസിഡന്റ്, ഒരു ഘട്ടത്തിൽ അതും താങ്കൾ പറഞ്ഞിട്ടുണ്ട്. ആ KPCC പ്രസിഡന്റിനെ ചരിത്രത്തിലില്ലാത്ത KPCC പ്രസിഡന്റുമാരിൽ അപമാനവും അപഹാസ്യനുമായി VM സുധീരൻ എന്ന് ചിലരെങ്കിലും വിലയിരുത്തുന്നു. വിജയൻ തോമസ്, താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? കോൺഗ്രസ് തീർച്ചയായിട്ടും വളരെ പാരമ്പര്യമുള്ള ഒരു പാർട്ടി തന്നെയാണ്. അതിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ വളരെ മഹത്താണ്. അത് രൂപീകരിച്ച സമയത്ത് അത്രയും വളരെ വ്യക്തമായ രീതിയിൽ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളെ വിശദീകരിച്ചിരുന്നത്. പക്ഷേ കാലാകാലങ്ങളിൽ വരുന്ന നേതാക്കന്മാർ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസൃതമായി പാർട്ടിയെ നയിക്കുമ്പോൾ അത് അവരുടെ ആ മാനുഷിക പ്രശ്നങ്ങളാണ്, അവരുടെ മനോനിലയാണ് ഈ പാർട്ടിയെ എങ്ങനെ നയിക്കണമെന്ന് തീരുമാനിക്കുക. അല്ലാതെ കോൺഗ്രസ്സിന് യാതൊരു ഇതും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും നമുക്കറിയാം, വളരെ പ്രഗത്ഭരായ നേതാക്കന്മാർ ഓൾ ഇന്ത്യ ലെവലിലും കേരളത്തിൽ തന്നെയും പാർട്ടി വിട്ടു പോവുകയും തിരിച്ചൊക്കെ അവർ വന്ന് പാർട്ടിയിൽ ചേർന്ന്, അതുകൊണ്ട് കോൺഗ്രസ്സിന് ഒരിക്കലും ഒരു ക്ഷീണം സംഭവിച്ചിട്ടില്ല. പക്ഷേ അതാത് സ്ഥലത്തെ പ്രാദേശികമായ നേതാക്കന്മാരുടെ ചിന്താഗതികളും അവരുടെ പ്രവർത്തന ശൈലിയും കൊണ്ട് കോൺഗ്രസ്സിന് കോട്ടങ്ങളുണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് ചില നേട്ടങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷേ മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടിയിലെ പല പ്രവർത്തകർക്കും അസംതൃപ്തിയുണ്ട്. കാരണം ഒരു പാർട്ടിക്കും എല്ലാ പ്രവർത്തകരെയും സംതൃപ്തരാക്കാൻ സാധ്യമല്ല. പക്ഷേ അവർക്ക് കൂടെ ബോധ്യമാകത്തക്ക രീതിയിൽ സുതാര്യമായ ഒരു സ്ഥാനാർത്ഥി നിർണയം ഇവിടെ നടന്നിട്ടില്ല എന്നതാണ് ഭൂരിഭാഗം പാർട്ടി പ്രവർത്തകരുടെ. എൻ്റെ മാത്രമല്ല, ഇപ്പോൾ എനിക്കൊരു സീറ്റ് കിട്ടുക എന്നുള്ളത് വലിയ വിഷയമുള്ള കാര്യമല്ല, സീറ്റിൻ്റെ പ്രശ്നമല്ല ഇവിടെ. പക്ഷേ ചില മൂല്യങ്ങളും ചില അടിസ്ഥാന തത്വങ്ങളും പാലിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് ആദ്യം തന്നെ പ്രഖ്യാപിച്ചത്, ഹൈക്കമാൻഡും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും പറഞ്ഞു, ഈ തവണ വിജയസാധ്യതയുള്ള സീറ്റുകൾ മാത്രമേ, വ്യക്തികളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. കാരണം മത്സരിച്ച MLA മാർ അവിടെ തന്നെയുണ്ട്, അവർക്ക് മാറ്റമില്ല. പക്ഷേ ബാക്കി വരുന്ന കുറേ സീറ്റുകളിൽ വിജയസാധ്യതയുള്ള ആൾക്കാരെ തീരുമാനിക്കുമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപനം നടത്തി. പക്ഷേ ഇവിടെ നടന്നത് വീണ്ടും നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എങ്ങനെയാണോ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്, ഓരോ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവരവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവരെയും അനുവർത്തികളെയും ഒക്കെ തീരുമാനിച്ചതുപോലെ തന്നെയാണ് ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണ്ണയം നടന്നിട്ടുള്ളത്. അതിൻ്റെ ഫലമാണ് ഈ കേരളത്തിൽ ആകമാനം നടക്കുന്ന അടിയും ബഹളവും ഒക്കെ. ഒരു ദേശീയ പാർട്ടിയെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്ത്, ഇതിനു മുമ്പും നടന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ഇതാദ്യമല്ല കോൺഗ്രസിനകത്ത് നടക്കുന്നത്. ആ പ്രശ്നങ്ങളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനായി തീർച്ചയായിട്ടും ശ്രീ VM സുധീരൻ വന്നപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കെല്ലാം വളരെ അധികം പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ശക്തമായ നിലപാടുകൾ കൈക്കൊള്ളുന്ന ആളാണ്. അദ്ദേഹം വളരെ ആദർശശുദ്ധിയോടുകൂടി പാർട്ടിയെ നയിക്കാൻ വന്ന ആൾ തന്നെയാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ആ വിലയിരുത്തലുകൾക്കും അദ്ദേഹം ഏത് തരത്തിൽ ഈ ഇലക്ഷനെ നേരിടണമെന്ന് വിചാരിച്ചോ ആ തരത്തിൽ അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടെന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് ആ വാക്ക് പറഞ്ഞു നിർത്തുമ്പോൾ. തീർച്ചയായിട്ടും അത് ഗ്രൂപ്പിൻ്റെ അതിപ്രസരമായിരിക്കണം. അതാണല്ലോ ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സീറ്റുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് പൂർണ്ണമായിട്ടും ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ മറ്റൊരു കാര്യങ്ങൾക്കും പ്രാമുഖ്യം നൽകിയിട്ടില്ല. അവരവരുടെ വേണ്ടപ്പെട്ടവരും അവരവർക്ക് മാറ്റി നിർത്താൻ കഴിയാത്തവരുമായ ആളുകൾക്ക് വേണ്ടി. ഞാനവിടെ പറഞ്ഞു, വിജയിക്കണം എന്നുള്ളൊരു മാനദണ്ഡം പോലും പല സ്ഥലത്തും ആലോചിച്ചിട്ടുണ്ടെന്ന് പോലും തോന്നുന്നില്ല. അപ്പോൾ ആ തരത്തിലാണ്
ഈ തരം ഇത്രയും മുതിർന്ന ഒരാള് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഇത് പറയുമ്പോൾ, ഈ താങ്കളുടെ വാക്കുകൾ എനിക്ക് കേൾക്കുമ്പോൾ, ഇത് ഈ സീറ്റ് നിർണ്ണയവുമായി ബന്ധപ്പെട്ട ആദ്യം മാധ്യമങ്ങളടക്കം VM സുധീരൻ പറഞ്ഞ നിലപാടുകൾ ഫക്രുദ്ദീനും ഓർമ്മയുണ്ടായിരിക്കും. അദ്ദേഹം വിജയൻ തോമസ് പറയുന്നത് പോലെ വിജയ സാധ്യത അതിനപ്പുറം ഞങ്ങൾ ഒന്നും ചിന്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, എനിക്ക് ഫക്രുദ്ദീനിലേക്ക് വരുന്നതിന് മുമ്പ് വിജയൻ തോമസ് ചോദിക്കാനുള്ള, അതായത് അങ്ങനൊരു KPCC പ്രസിഡന്റിന് തൻ്റെതായ നിലപാട് മൊത്തമായിട്ടെടുക്കാൻ ചിലപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് സാധിക്കില്ല. പക്ഷേ എങ്കിൽ പോലും താങ്കൾ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ പോലും ഒരു തീരുമാനം ഹൈക്കമാൻഡിനെ കൊണ്ടെടുപ്പിക്കാൻ സാധിച്ചില്ല എന്ന് വന്നാൽ, അല്ല, കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം അതിൻ്റെ അങ്ങേയറ്റത്തെത്തി നിൽക്കുകയാണ്. ഇനി KPCC പ്രസിഡന്റ് എന്തെങ്കിലും തരത്തിൽ അഭിപ്രായം കൊണ്ടുവന്നിട്ട് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ മറ്റുള്ളവരെല്ലാവരും കൂടെ പറയും KPCC പ്രസിഡന്റിന് ഇടപെടൽ കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇതിലുള്ള ഇടപെടൽ കൊണ്ടാണ് ഈ പരാജയം അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ അദ്ദേഹത്തിന് ആ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും അത് സാധ്യമല്ല. അദ്ദേഹം അങ്ങനെ ഒരു ആർക്ക് വേണ്ടിയെങ്കിലും പ്രത്യേകം ബാധിക്കുന്ന ആളോ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ഒരു പൊതു മാനദണ്ഡമുണ്ട്. തീർച്ചയായിട്ടും ആ പൊതു മാനദണ്ഡം കോൺഗ്രസ് പാർട്ടി ഹൈക്കമാൻഡ് അടക്കം പാടെ അവഗണിച്ചിരിക്കുന്നു. അല്ല, കോൺഗ്രസ് പാർട്ടി ഒരുപാട് നേതാക്കന്മാരുള്ള ഒരു സംവിധാനമാണ്. അതിൽ ഒരാളിന് മാത്രമായിട്ടൊരു തീരുമാനം എടുക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കൂട്ടായി ആലോചിച്ച് മാത്രമേ, അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ കോൺഗ്രസ് പ്രസിഡന്റ് വന്നിട്ട് അധികം സമയമായിട്ടില്ല, അതിനു മുമ്പ് തന്നെ 2 സംവിധാനങ്ങൾ, ഗ്രൂപ്പുകൾ ഇവിടെ ശക്തമായിട്ട് നിലകൊള്ളുകയാണ്. അതിന് വലിയ മാറ്റം വരുത്താൻ പുതിയതായിട്ട് വരുന്ന ഒരു KPCC പ്രസിഡന്റിന് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അതിനകത്ത് നിൽക്കാനും അതിനെയൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കാനും ഒക്കെ വളരെയധികം അദ്ദേഹം പാടുപെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉമ്മൻചാണ്ടി തന്നെ ഡൽഹിയിൽ നിന്ന് വന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞല്ലോ, അത് KPCC പ്രസിഡന്റ് വളരെ മിടുക്കനാണെന്നുള്ള ഒരു പരാമർശം അദ്ദേഹത്തിൽ നിന്നുണ്ടായി. ഇന്ന് ശ്രീ രമേശ് ചെന്നിത്തലയും പറഞ്ഞു അദ്ദേഹം വളരെ എല്ലാവരെയും യോജിച്ചു കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ ശ്രീ വിജയൻ തോമസ്, ഉമ്മൻചാണ്ടിയും പറയുന്നു കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച KPCC പ്രസിഡന്റ്. ആ KPCC പ്രസിഡന്റാണ് പറഞ്ഞത് കളങ്കിതരായ മന്ത്രിമാർ എത്ര ആൾക്കാർ? 3 പേർ. ബാക്കി MLA-മാർ. അങ്ങനെയാണെങ്കിൽ മന്ത്രിമാരടക്കം 5 കളങ്കിതരെ മത്സരിപ്പിക്കരുത്. ശക്തനായ ഒരു KPCC പ്രസിഡന്റ് ആവർത്തിച്ച് എല്ലാവരും പറയുമ്പോഴും അവർ മത്സരിക്കുന്ന സാഹചര്യം നിൽക്കുന്നു. ബെന്നി ബെഹനാനെ അങ്ങോട്ട് മാറ്റി നിർത്താം. ഇതൊക്കെ എന്താണ്? അങ്ങനെ ഒരു കോൺഗ്രസ്സുകാരനോടാണ് എനിക്ക് ഈ ചോദ്യവും. അല്ല, അതെ, തീർച്ചയായിട്ടും എനിക്ക് എൻ്റെതായ ആദർശമാണ്. ഞാൻ ആരുടെയും വീട്ടുപടിക്കൽ കാവൽ നിൽക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യത്തിന് ഒരു സീറ്റിന് വേണ്ടിയോ മറ്റോ, ഞാനിവിടെ വന്ന സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും സാധാരണക്കാരോടൊപ്പം ജീവിക്കുകയും അവരുടെ ഇടയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഒരാളെയും സ്വാധീനിക്കാനോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൻ്റെ ഓഫീസിലോ വീട്ടിലോ ചെന്ന് കാവൽ നിന്നൊരു സീറ്റ് വാങ്ങിക്കാൻ വന്ന ആളുമല്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല. ഇപ്പോൾ തന്നെ ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പടിവാതിൽ ചെന്ന് എനിക്കൊരു സീറ്റ് തരണം, ഞാൻ അവിടെ ചേർന്നോളാം, അതും എൻ്റെ അജണ്ടയിലുള്ള കാര്യമല്ല. ഞാൻ ജനങ്ങളുടെ ഇടയിൽ വീണ്ടും പ്രവർത്തിക്കും. അത് ഏത് പാർട്ടി വേണമെന്നില്ല. ഞാനിവിടെ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ വരുമ്പോൾ കോൺഗ്രസ് പൂർണ്ണമായിട്ടും എന്നെ എതിർത്തത്. ഞാൻ വരുന്ന സമയത്ത് വളരെ ശക്തമായ എതിർപ്പായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ സ്വന്തം ഇതിൽ തന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ചു. അവസാനം ആർക്കും ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരുവനന്തപുരം ജില്ലയിൽ അങ്ങനൊരു ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് ആ സീറ്റിന് വേണ്ടിയൊന്നും നമുക്ക്, പക്ഷേ പൊതുവിൽ ഈ പ്രവർത്തകരിലുണ്ടായ അസംതൃപ്തി മാറ്റാൻ നേതൃത്വം ശക്തമായിട്ട് തീരുമാനങ്ങളെടുത്തേ പറ്റുള്ളൂ. ശ്രീ കരുണാകരനുമായിട്ട് സംസാരിച്ചപ്പോഴും പല പ്രാവശ്യവും ആവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ വളരെ ആകാംക്ഷയാണ് പാർട്ടിക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഇലക്ഷനിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. അദ്ദേഹത്തോട് വളരെ കാര്യമായിട്ട് ഞങ്ങളെല്ലാം പറഞ്ഞതാണ്, സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത്, നല്ല സ്ഥാനാർത്ഥികൾ, വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ. പക്ഷേ അതൊന്നും ഫലമില്ലാതായി പോകുന്നുള്ളതിന് തെളിവാണ് ഇന്ന് നടക്കുന്ന ഈ റോഡിലുള്ള അടിയും ബഹളവും. അപ്പോൾ ഇത് കാണുന്ന ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനോട് വെറുപ്പുണ്ടാകും. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ എല്ലാവരും, ഞാൻ ഏത് വേദിയിൽ കോൺഗ്രസിൽ കണ്ടാലും ഞങ്ങൾ ഈ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും. പക്ഷെ അത് ഞാൻ ആവർത്തിച്ച് പല പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും ഒരു പ്രാവശ്യം പോലും പാഠം ഉൾക്കൊണ്ടതായിട്ട് കണ്ടിട്ടില്ല. യെസ്, ശ്രീ A. സജീവൻ, എനിക്ക് അങ്ങോട്ട് ഒന്നും പറയേണ്ട കാര്യമില്ല. വിജയൻ തോമസ് പറഞ്ഞത് കാര്യങ്ങളെല്ലാം താങ്കൾ വളരെ കൃത്യമായി കേട്ട് കാണും. ഏതു തരത്തിൽ ഇതിനെ കാണുന്നു ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ? ഇനി ഇതിനപ്പുറം വിജയൻ തോമസിന് എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? ഞാനത് ആലോചിക്കായിരുന്നു. വിജയൻ തോമസ് പറയുമ്പോഴൊക്കെ ഞാനിത് പറയാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും വിജയൻ തോമസാണ് പറയുന്നത്. ഞാൻ വിചാരിച്ചത് വിജയൻ തോമസിനെ പോലുള്ള ഒരാൾ അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ സീറ്റ് കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പൊട്ടിത്തെറിക്കുമെന്നാണ്. അങ്ങനെ പൊട്ടിത്തെറിച്ചില്ല മാത്രമല്ല, അദ്ദേഹം വളരെ സൗമ്യമായിട്ട്, കോൺഗ്രസ് വളരെ നല്ല പാർട്ടിയാണ്, കോൺഗ്രസ്സിന് വളരെയധികം സാധ്യതകളുണ്ട്, കോൺഗ്രസ്സിൽ കുറേ നേതാക്കന്മാരുണ്ട്,
എങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അദ്ദേഹം ഓരോ കാര്യവും ഈ അവസാനം പറഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓരോ പരാജയം സംഭവിക്കുമ്പോഴും ഈ തെറ്റിൽ നിന്ന് ഈ തോൽവിയിൽ നിന്ന് പാഠം ഉള്ളത് ഞാനേ പറയാൻ പോവുകയായിരുന്നു. അപ്പോഴേക്കാണ് വിജയൻ തോമസ് പറഞ്ഞത്. ഇങ്ങനെ പറയുന്നത് നമ്മൾ പലതവണ കേട്ടതാണ്, എന്നിട്ടും പാഠം ഉൾക്കൊള്ളുന്നില്ല. ഇത് സത്യത്തിൽ പല നേതാക്കന്മാർ നമുക്കറിയാലോ. ഇന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ ഓടിച്ചു വിട്ട കഥ. സ്ഥാനാർത്ഥി ജനങ്ങൾക്കിടയിലേക്ക് പോകുന്നതിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ ഓടിച്ചു വിടും. അവിടെ നിന്ന് പാർട്ടി ഓഫീസിൽ നിന്നും ഓടിച്ചു വിടുന്നൊരു ഏർപ്പാട് കണ്ടാൽ വോട്ടർമാരെന്ത്, ഈ സ്ഥാനാർത്ഥി വോട്ട് പിടിക്കാനായിട്ട് നാട്ടുകാരുടെ അടുത്തേക്ക് പോകുമ്പോൾ നാട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും വിജയൻ തോമസിനെ പോലുള്ള ആളുകളുടെ ഈ സന്മനസ്സുണ്ടല്ലോ, ഇത്രയൊക്കെ ആയിട്ടും അദ്ദേഹത്തിൻ്റെ കാര്യം നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വന്ന സമയത്ത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഏതോ ഒരു പണച്ചാക്ക് വന്നിട്ട് ഇവിടെ ആകെ പാർട്ടിയെ വിലക്കെടുക്കാൻ പോകുന്നു എന്ന നിലയ്ക്കായിരുന്നു വിജയൻ തോമസൊക്കെ വന്ന സമയത്തുള്ള പ്രചരണം. അങ്ങനെ വന്നിട്ട് അവസാനം വിജയൻ തോമസിന് ഒന്നുകൂടെ കോൺഗ്രസിൽ നിന്ന് ഇരിക്കാൻ പറ്റുന്നൊരവസ്ഥ കിട്ടി. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിനെ ഉപയോഗിക്കാനുള്ള കാര്യം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞല്ലോ. അദ്ദേഹത്തിനെ കൊണ്ടാണ് ഇവിടെ ചാനൽ നടക്കാനുള്ള കാശ് കിട്ടിയത്. അദ്ദേഹത്തെ കൊണ്ടാണ് ഭീഷണം നിന്ന് പോകുന്ന സമയത്ത് അത് ഓടിച്ചുവിടാൻ പ്രസ്സൊന്ന് മുന്നോട്ടേക്ക് നീക്കാനുള്ള കാശ് കൊടുത്തത് വിജയൻ തോമസിനെ പോലുള്ള ആളുകൾ. അദ്ദേഹം മാത്രമാണ് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തെ പോലുള്ള ആളുകൾ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അവർക്കൊക്കെ ഓരോ ഓഫർ കൊടുത്തിരുന്നു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ഓർമ്മയിലാണ് ഇത് പറയുന്നത്. അങ്ങനെയൊക്കെ എന്തിനാണ് കൊടുക്കാൻ പറ്റുന്നതിനെ കൊടുക്കേണ്ട വെച്ചാൽ പോരെ. വിജയൻ തോമസിനെ പോലുള്ള ഒരാൾ പറയുന്നു, ഞാൻ ഇതിൻ്റെ പിന്നാലെ പോകുന്നില്ല, എനിക്കിതൊന്നും വേണ്ട കാര്യമില്ല, ഞാൻ വിമതനായിട്ട് മത്സരിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഇപ്പോഴും മാന്യനായിട്ട് പറയുന്ന ആൾ. ഒരുപക്ഷെ അദ്ദേഹം ദാനത്തിൻ്റെ രീതിയിൽ ഒരു ധർമ്മം കൊടുക്കുന്ന രീതിയിൽ ഈ കാശൊക്കെ ചിലവഴിച്ചു എന്ന് വരും. അപ്പോഴും അനാവശ്യമായിട്ട് ഓഫർ കൊടുത്തിട്ട് അവസാനം പാലം വലിക്കുന്ന ഏർപ്പാടുണ്ടാവുന്നു. ഇത് ഇവിടെ ചർച്ച നടത്തുന്നു, ഡൽഹിയിൽ ചർച്ച നടത്തുന്നു, പിന്നീട് കേന്ദ്ര നേതൃത്വത്തിൻ്റെ മുൻപാകെ ചർച്ച നടത്തുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം വിളിച്ചുണർത്തിയിട്ട് ചോറില്ല എന്ന് പറയുന്ന പോലെ സീറ്റ് കൊടുക്കാതിരിക്കുന്നു. ഇത് പ്രശ്നം. ഇത് ആദ്യമേ തന്നെ സീറ്റ് കൊടുക്കണത്. വിജയൻ തോമസ് ഇവിടെ മത്സരിക്കണമെന്ന് വേറെ ആരും പറയുന്നില്ലല്ലോ. ഇദ്ദേഹത്തിന് ഓഫർ കൊടുക്കുന്നു, അദ്ദേഹത്തിനെ പോലെ ബാക്കി പല ആളുകൾക്കും. സത്യത്തിൽ ഇതിനിടയിലൊക്കെ പൊട്ടിത്തെറിച്ച ഒരു കേരള കോൺഗ്രസ്സുകാരൻ്റെ ഇന്നത്തെ ഒരു പൊട്ടിത്തെറിയുണ്ടല്ലോ, അതാണ് എൻ്റെ മനസ്സിലുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ വന്നുള്ള ജോബ് മൈക്കിൾ നമുക്കറിയാവുന്നതാണ്. മാണിയെ അവസാനകാലം KM മാണിയെ സംരക്ഷിക്കാനായിട്ട് ചർച്ചകളിൽ ഘോരം സംസാരിച്ചിരുന്ന ഒരാളാണ്. ജോസ് കെ മാണിയുടെ പ്രിയങ്കരനാണ്. അദ്ദേഹത്തിനാണ് ചങ്ങനാശ്ശേരിയിൽ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടായാലും എനിക്കറിയില്ലായിരുന്നു. ജോബ് മൈക്കിൾ എന്നെയാണ് പറയുന്നത്. അങ്ങനെ കൊടുക്കുന്നതിന് പകരം വീണ്ടും CF തോമസിനെ തന്നെ മത്സരിപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അതാണ് ഓർക്കേണ്ടത്. ചിലർക്ക് ആർത്തി തീരില്ല, എന്നാൽ പിന്നെ ആ ആർത്തി അങ്ങ് തീരുന്നവരൊക്കെ അവർ മത്സരിക്കട്ടെ എന്നാണ് പറയുന്നത്. അതേപോലെയൊന്നും ഇവിടെ ഇദ്ദേഹം ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം വളരെ മാന്യമായിട്ട് പ്രതികരിക്കുന്ന ആളെ കൊണ്ട് പോലും ഇങ്ങനെ മാന്യമായി തന്നെ വിമർശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ഈ സീറ്റ് പങ്കുവെക്കലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുപോലെ ഹൈക്കമാൻഡിന് കുറേ ലിസ്റ്റ് കൊടുക്കുന്നു, അല്ല ഹൈക്കമാൻഡ് തന്നെ സ്വയം കുറേ ലിസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് ആവശ്യമുള്ള ആളുകളെ തീരുമാനിച്ചാൽ മതിയല്ലോ. ഇത് താഴെ തട്ടിൽ ജില്ലാതലത്തിലെ കമ്മിറ്റി, ആ കമ്മിറ്റി എല്ലാം കൂടി നോക്കിയിട്ട് മുകളിലേക്ക് പോകുന്നു. നമ്മളൊക്കെ വിചാരിച്ച വളരെ ഫുൾ പ്രൂഫായിട്ടുള്ള സംവിധാനം വരുമെന്നാണ്. പക്ഷേ സംഭവിച്ചപ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്ന പോലെ ഗ്രൂപ്പ് വീതം വെച്ചിട്ടുള്ള ഏർപ്പാടാണ്. അപ്പം വിജയൻ തോമസിനെ പോലുള്ള ആളുകൾക്ക് അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളറിയാം. അത് വെച്ചുകൊണ്ട് അവരിപ്പോഴും പറയുന്നു, നേരത്തെ പറയുന്ന പോലെ കമ്മിറ്റിയൊന്നുമല്ല, ഇത് ഗ്രൂപ്പ് പങ്കുവെക്കലാണ്. ഗ്രൂപ്പ് പങ്കുവെക്കലിനിടയിൽ ചില ആളുകൾക്ക് കിട്ടാതാവുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളും KPCC പ്രസിഡന്റ് കൂടുതൽ എടുത്തു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു തർക്കമല്ലാതെ സത്യത്തിൽ കൊടുക്കാമെന്ന് ഇവർ പറഞ്ഞ ആളുകളോടോ അല്ലെങ്കിൽ അർഹതയുള്ള ആളുകൾക്കോ സീറ്റ് കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നമല്ല. ഈ ഗ്രൂപ്പ് പങ്കുവെക്കലിൽ അല്ലെങ്കിൽ KPCC പ്രസിഡന്റിനെ അട്ടിമറിക്കുന്നതിൻ്റെ കാര്യത്തിലുള്ള തർക്കം മാത്രമാണ് ഇപ്പോഴിവിടെ അരങ്ങേറുന്നത്. യെസ്, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, സജീവൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. താങ്കൾ ദില്ലി ചർച്ചകളിൽ ഭയങ്കരമായി ഉണ്ടായിരുന്നു. വിജയൻ തോമസ്, സജീവൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. കാരണം ആദ്യ സ്ഥാനാർത്ഥികളുടെ ചർച്ചകളിലൊക്കെ പറഞ്ഞത് എന്താണ്, താഴെക്കിടയിൽ നിന്ന് ലിസ്റ്റിംഗ് മുകളിൽ വരും, DCC ലെവലിൽ ചർച്ച ചെയ്യും, അത് കഴിഞ്ഞ് KPCC എക്സിക്യൂട്ടീവ് നിങ്ങൾ അടക്കമുള്ളവർ ചർച്ച ചെയ്യുന്നു, അവിടെ ഹൈക്കമാൻഡിന് മുന്നിലേക്ക് വിജയസാധ്യതയുമായി പോകുന്നു. താങ്കളും വിജയസാധ്യത തേടി ദില്ലിയിൽ യാത്ര നടത്തി, തിരിച്ചു വന്നു. ആദ്യ ദിവസവും ഞാൻ താങ്കളെ വിളിച്ചു, ചർച്ചയിൽ പങ്കെടുക്കണം, വൈകി. KPCC പ്രസിഡന്റിനോടൊപ്പമായിരുന്നു.
വിജയൻ തോമസ് പറയുന്നു നിങ്ങളൊക്കെ ആവർത്തിച്ച് ചർച്ച നടത്തിയിട്ടും ഒരു വിജയസാധ്യതയും ഇല്ല. വളരെ കഷ്ടമല്ലേ ജ്യോതികുമാർ? അങ്ങനെയല്ല ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ശ്രീ വിജയൻ തോമസ് സംസാരിച്ചപ്പോഴും അദ്ദേഹം സംസാരിച്ചപ്പോഴൊക്കെ സമയം ആവശ്യത്തിന് കൊടുത്തു. എനിക്കും അതിനാവശ്യമുള്ള സമയം തരണമെന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. ഈ വിഷയത്തെ കാണുമ്പോൾ ഇവിടെ കേരളത്തിൽ മെയ് 16-ാം തീയതി തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുപ്പിൽ പ്രധാനമായും മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഐക്യ ജനാധിപത്യ മുന്നണി തമ്മിലാണ്. ഈ രണ്ട് മുന്നണികളിലും ആദ്യം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സീറ്റ് വിഭജനം ഏകദേശം പൂർത്തിയായി. അവിടെ നമ്മൾ കണ്ട പൊട്ടിത്തെറികൾ, ആ പൊട്ടിത്തെറികളുമായി കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ UDF-ലെ സീറ്റ് വിഭജന സമയത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്രാവശ്യം തുലവും തുച്ഛമായ, പേരിന് അവിടെയും ഇവിടെയും ചില പൊട്ടിത്തെറികൾ ഉണ്ട് എന്നതൊഴിച്ചാൽ വളരെ സിസ്റ്റമാറ്റിക്കായി നടന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അലയൊലികൾ വളരെ കുറവാണ് എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, പിന്നെ വെച്ചൊഴിയാൻ എത്ര പ്രായമായിട്ടും തയ്യാറാകുന്നില്ല എന്ന്. അദ്ദേഹം എന്താ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് അത് പറയാത്തത്? 92 വയസ്സായ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും മുഖ്യമന്ത്രിയാവാൻ തയ്യാറാകുന്നില്ലേ? അപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ LDF-ലെയും UDF-ലെയും വിഷയങ്ങൾ ഒരുപോലെ ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്താൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഉദാഹരണമായി പറഞ്ഞാൽ, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അരുവിക്കരയിലെയും പിന്നെ വർക്കലയിലെയും ഉൾപ്പെടെ, കൊല്ലം ജില്ലയിൽ കടന്ന കൊല്ലത്തെ സീറ്റ് ഉൾപ്പെടെ, പത്തനംതിട്ടയിൽ കടന്ന വീണ ജോർജിൻ്റെ സീറ്റ് ഉൾപ്പെടെ എല്ലായിടത്തും LDF-ൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിൽ മാത്രമല്ല പ്രശ്നം, അല്ല പ്രശ്നം, അതിലേക്ക് വരാം. കോൺഗ്രസിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ LDF-ൽ ഇപ്രാവശ്യം ഉണ്ടായ പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും, എല്ലാ മേഖലയിലും, എല്ലാ ജില്ലയിലും, ചില ജില്ലകളിലൊക്കെ സ്വതന്ത്രന്മാരെ പത്രത്തിൽ പരസ്യം കൊടുത്താണ് വിളിച്ചതെന്നാണ് ആക്ഷേപമുള്ളത്. അപ്പോൾ അത്തരത്തിൽ LDF-ലുണ്ടായ പ്രതിസന്ധിയെ സംബന്ധിച്ച് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ UDF-ലുണ്ടായിട്ടുള്ള സീറ്റ് വിഭജനത്തിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ തുലവും തുച്ഛമായ അവിടെയും ഇവിടെയും ഒക്കെ ചില പ്രതിഷേധങ്ങൾ, ഞാൻ തീർത്തോട്ടെ. അപ്പോൾ ആ പ്രതിഷേധങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. മാറ്റം ഉണ്ടാവുന്നല്ല, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, നോമിനേഷൻ കൊടുക്കാനുള്ള സമയം കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ കൃത്യമായി നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ പ്രവർത്തകർക്ക്, ഞങ്ങളുടെ നേതാക്കന്മാർക്ക് പ്രാദേശികമായി എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഈ പാർട്ടിക്ക് കെൽപ്പുണ്ട്, കഴിവുണ്ട്. അത് പരിഹരിച്ച് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഇലക്ഷനെ നേരിടുന്നുള്ളത് ഒരു തർക്കവുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ദില്ലിയിൽ നടന്ന ചർച്ചകളും അതിനുശേഷമുള്ള KPCC പ്രസിഡന്റ് നിലപാടും അടക്കം എല്ലാം വളരെ സന്തോഷമാണ് കോൺഗ്രസ്. തീർച്ചയായിട്ടും ഞാൻ ചോട്ടെ, എല്ലാവർക്കും അഭിപ്രായമുണ്ട്. ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റുമാർ മുതൽ, ഞങ്ങളുടെ ബ്ലോക്ക് പ്രസിഡന്റുമാർ മുതൽ, ഞങ്ങളുടെ DCC ഭാരവാഹികൾ മുതൽ ജില്ലാ തലത്തിൽ നടത്തിയ ആ ചർച്ചയിൽ പങ്കെടുക്കുകയും ഞാൻ പറഞ്ഞോട്ടെ അവരുടെ അഭിപ്രായം പറയുകയും ചെയ്തു. അതിനുശേഷം KPC എക്സിക്യൂട്ടീവിലും പിന്നീട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണ്ണയ സമിതിയിലും, KPCക്കുള്ള സ്ഥാനാർത്ഥി നിർണ്ണയ സമിതിയിലും ഇതിൻ്റെ ചർച്ചകൾ നടന്നു. അതിനുശേഷം KPCയിലെ ഉന്നതരായ നേതാക്കൾ, KPC പ്രസിഡന്റ് ഉൾപ്പെടെ, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരാണ് ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് പോയത്. അതിൽ പാർലമെന്ററി അവിടെ പിന്നെ സ്ക്രൂട്ടനിങ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവരാണ് ഇവർ 6 പേര് വിടുന്നുള്ളൂ. ഇവർക്ക് 6 പേർക്കും അവിടെ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. അവരവരുടെ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായത്തിന് മുകളിൽ അഭിപ്രായം പറയുമ്പോൾ എനിക്കൊരു സ്വാഭാവികമായിട്ടൊരു സംശയം, ആ അഭിപ്രായം പറയുമ്പോഴാണ് ഇവിടെ വിജയൻ തോമസ് ചൂണ്ടിക്കാണിച്ചതും ഇപ്പോൾ സജീവൻ ചൂണ്ടിക്കാണിച്ചതും അടക്കമുള്ള വിഷയങ്ങൾ വരുന്നത്. വിജയസാധ്യത എന്ന് പറഞ്ഞിട്ട് ആരോപണ വിധേയർ, കളങ്കിതർ, ആ വാക്ക് തന്നെ ഉപയോഗിച്ചു KPCC പ്രസിഡന്റ്. ഇതൊക്കെ മാറിയ ഒരു പട്ടിക തന്നെയാണോ പുറത്തു വന്നത് താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ്? ശ്രീ വിജയൻ തോമസ്, ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, അങ്ങനെയാണോ? എനിക്ക് വളരെ ചുരുക്കത്തിൽ എനിക്ക് ഉത്തരം മതി. അല്ല, ഞാൻ എൻ്റെ ഉത്തരം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഏത് തരത്തിലാണ് മാനദണ്ഡം എന്നുള്ളത് ഞാൻ നേരത്തെ, കോൺഗ്രസ്സിന് അതിൻ്റെതായ ഒരു പാരമ്പര്യമുണ്ട്. അവർ ആ വഴിക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം തീർച്ചയായിട്ടും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കുന്നത്. അതങ്ങനെ നടക്കുകയുള്ളൂ. അതിന് ആര് വിചാരിച്ചാലും ആ തരത്തിലേ നടക്കുകയുള്ളൂ. പക്ഷേ അത് ചിലരെല്ലാം അസംതൃപ്തരാണ്, ചിലർക്ക് പിന്നെ കോൺഗ്രസ്സിലൊരു വലിയ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, ഒരു മലയാളം പാട്ടുണ്ട്, ഉള്ളിൽ കനലെരിയുമ്പോഴും പുറത്ത് ചിരിച്ചു കാണിക്കണമെന്നുള്ളത്. അപ്പോൾ ഏത് ഇതിൽ വന്നാലും, വേദിയിൽ വന്നാലും അങ്ങനെ അതല്ല, ജ്യോതികുമാറിനെ ഞാൻ പറഞ്ഞല്ല, കോൺഗ്രസ് സീറ്റ് കിട്ടാത്തതിൽ തീർച്ചയായിട്ടും പുള്ളിക്ക് മനസ്സിൽ ദുഃഖം ഉണ്ടാവും. പക്ഷേ പുറത്ത് പറയാനൊക്കില്ല. എനിക്കതല്ല, ഞാനത് കാര്യങ്ങൾ ഞാൻ പാർട്ടിയെ കുറ്റം പറയുന്നില്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ചിരിക്കുന്നുവെന്നോ ഞാൻ പറയാം. ഇപ്പോൾ നമ്മളെയൊക്കെ അറിവനുസരിച്ച് 86 സീറ്റിലാണ് കോൺഗ്രസ് ഇപ്പോൾ മത്സരിക്കുന്നത്. 86 സീറ്റ് ആസ്പിറൻസ് ആയിട്ട് എത്ര പേരാണ് ഉള്ളത്? എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പല മാനദണ്ഡങ്ങൾ എന്ന് പറയുമ്പോൾ ആ പ്രാദേശികമായി അവിടെയുള്ള പ്രവർത്തകരുടെ വികാരം, ഇതെല്ലാ മാനദണ്ഡങ്ങളും കണക്കാക്കിക്കൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണ്ണയം ഉണ്ടാകുക. ആ സ്ഥാനാർത്ഥി നിർണ്ണയ പട്ടിക വന്നതിന് ശേഷം കോൺഗ്രസിലെ UDF-ലെ മുഴുവൻ കക്ഷികളും സംതൃപ്തരാണ്. അങ്ങനെയാണോ ഫക്രുദ്ദീൻ? അങ്ങനെ സംതൃപ്തി ഉണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വിജയൻ തോമസ് സംതൃപ്തി അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അംഗീകരിക്കുന്നു, പാർട്ടി തീരുമാനത്തെ അംഗീകരിക്കുന്നു. അല്ല, വിജയൻ തോമസ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട കാലം തൊട്ട് പിന്നെ അതിനുശേഷം എന്താണ് കാണുന്നത്, വളരെ മാന്യനായിട്ടുള്ള കോൺഗ്രസ് തന്നെ എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഈ പറഞ്ഞ കടി പിടിക്കുകയോ ക്യാമറ കാണാനോ ഒന്നും നിൽക്കില്ല. ഇപ്പം ക്യാമറ കണ്ടാൽ ഒഴിഞ്ഞു പോകുന്ന
ഒരു കോൺഗ്രസ് തന്നെയാണ്. അദ്ദേഹം KTDCയിലെ ചെയർമാനല്ലേ? ചെയർമാനായ എങ്ങനെയെന്ന് എനിക്ക് അത്ഭുതമാണ്. കാരണം ഈ ക്യാമറ കാണാൻ വലിയ താല്പര്യമില്ലാത്ത ഒരാൾക്ക് KTDC പോലെ ഗ്ലാമർ പോസ്റ്റ് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. പിന്നെ CPM ഇത് തമ്മിലുള്ള വ്യത്യാസം, CPM ഒരു കേഡർ പാർട്ടിയാണ് തീരുമാനിക്കുക. ബ്രാഞ്ച് തലം തൊട്ട് കൃത്യമായ ചർച്ച നടത്തിയിട്ട് സ്ഥാനാർത്ഥി നിർണ്ണയിക്കുള്ളൂ. അതൊരു പ്രത്യേക സ്ഥലത്ത് ഒരു പൊതു സ്വതന്ത്രം നിർത്തുന്ന കൃത്യമായ ഒരു പാർട്ടിയുടെ കൺസെൻറ്റ് വരും. പാർട്ടി തീരുമാനം വന്നാൽ തീരുമാനമാണ്. ആ തീരുമാനത്തിന് ആരെങ്കിലും പാർട്ടി പ്രവർത്തനം തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായ നടപടി. നിലമ്പൂരെ കണ്ടല്ലോ, രാജിവെച്ച് പോകേണ്ടി വന്നു, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നടപടിയെടുത്തു. അതാണ് ആ പാർട്ടിയുടെ ചുറ്റും. അത് വളരെ ഇന്റേണലായിട്ട് ഡെമോക്രസി ഉണ്ട്. ഇന്ത്യനായ ഡെമോക്രസി എവിടെ നിന്ന് പ്രശ്നം വരുന്ന സമയത്ത് അതിനെ കറക്റ്റ് ചെയ്യാൻ ഇന്ത്യയുടെ മെക്കാനിസം ആ പാർട്ടിക്കുണ്ട്. അത് പാർട്ടിയുടെ കൺസെപ്റ്റ്, പാർട്ടിയുടെ സമയം. വീണ ജോർജ് ഇപ്പം ഫുൾ എല്ലാവരും വീണയുടെ പിന്നാലെയാണ്. ഇലക്ഷൻ വന്ന ശേഷം നമുക്ക് മാറ്റി ബാക്കി കാര്യങ്ങൾ. അതുപോലല്ല കോൺഗ്രസിന്റെ കാര്യം. കോൺഗ്രസ് അല്ല, ലളിത ചേച്ചിയുടെ കാര്യം. ലളിത ചേച്ചിക്കെതിരെ ആദ്യം പോസ്റ്റ് ഇട്ടിച്ചത് ഒരു ഭ്രാന്തനായിരുന്നു, അയാളെ പിടിച്ചു. അതിനുശേഷം ചില പാർട്ടി അനുഭാവികൾ വന്നു. ആ അനുഭാവികൾ വന്ന ആളുകളിൽ പാർട്ടി മെമ്പർമാരായ ആളുകൾക്ക് ആക്ഷൻ എടുത്തു. പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥിന് ഓടിച്ചിട്ട് ഇതുവരെ ആക്ഷൻ എടുത്തിട്ടില്ല. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തമ്മിലുള്ള ഒരു പ്രശ്നം വെച്ചാൽ കോൺഗ്രസ് ഒരു മോബാണ്. ഈ മോബിന് എപ്പോഴും ഒരു ലീഡേഴ്സിനെ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ തന്നെ മാത്യു ഗോയലാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും സെൻസിബിൾ ആയിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാളാണ്. യൂത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നുള്ള കാലം തൊട്ട് എനിക്കത് അന്ന് ഞങ്ങൾ മാത്യുവിൻ്റെ ജൂനിയറാണ് ഈ പറഞ്ഞ റോണി. അപ്പം മാത്യു ഇത്രയും കാലം ഈ മാത്യുവിന് സീറ്റ് ഇടുക, റോണിക്ക് ഒരു സീറ്റ് ഇടുക. അങ്ങനെ അതിൻ്റെ വൈരുദ്ധ്യം എനിക്കിപ്പോഴും മനസ്സിലായില്ല. മാത്യു കൂടുതൽ മലയാളിക്ക് അറിയാവുന്ന ഒരാളാണ്. മാത്യുവിൻ്റെ ജീവിതത്തിൽ കുറേ വിപ്ലവങ്ങൾ നടത്തിയ ഒരാളാണ്. അവർ കൂടുതൽ ഞാൻ പോകുന്നില്ല. അപ്പം മാത്യുക്ക് സീറ്റില്ല, പക്ഷേ ഇദ്ദേഹത്തിന് സീറ്റുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ ഇദ്ദേഹത്തെ പോലെയുള്ള വിജയൻ തോമസിനെ പോലെയുള്ള ഒരാളുടെ ആവശ്യം. വിജയൻ തോമസിനെ പോലുള്ള ഒരാളെ കോൺഗ്രസിന് ആവശ്യമാണ്. കാരണം ചില കാര്യങ്ങൾ ചെയ്യാൻ വിജയൻ തോമസിനെ പോലുള്ള ആളുകളെ പറ്റുള്ളൂ. പിന്നെ വിജയൻ തോമസിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ കുറച്ചുകൂടി ലേൺഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതേ കാര്യങ്ങൾ ഇടപെടാൻ അറിയാം. പക്ഷേ മറ്റു പല ഘടകങ്ങളാണ് ആത്യന്തികമായി തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തെ മാനദണ്ഡമായതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ കോൺഗ്രസിലെ VS പറ്റി പറയുന്ന സമയത്ത് VS കേരളത്തിലെ പ്രധാനപ്പെട്ട ഫാക്ടറാണ്. VS പോലെ ഒരാളൊക്കെ മത്സരിക്കുന്നുണ്ടാവുള്ളൂ. അതൊരു എക്സെപ്ഷൻ കേസ്. അത് ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം മാതൃഭൂമി നടത്തിയ സർവേയിൽ 34% ആളുകൾ ഉമ്മൻചാണ്ടിയും 35% VS-നുമാണ്. അതാണ് VS-ൻ്റെ ഒരു ഫാക്ടറാണ്. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ പൊതുവെ 2 ടൈം കഴിഞ്ഞാൽ മാറ്റി നിർത്തും. അതാണ് സ്ഥിതി. കോൺഗ്രസിൻ്റെത് അങ്ങനെയാണോ? ഇപ്പം വലിയൊരു പങ്ക് ആളുകൾ 4 ടൈമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ പറയപ്പം ബാബു മത്സരിച്ചാൽ അവിടെ ജയിക്കുള്ളൂ. അത് ചിലപ്പോൾ ശരിയായിരിക്കും. ബാബുവിന് അങ്ങനെ ഒരു ബന്ധു നല്ല വികസന പ്രവർത്തനം കാഴ്ചയുള്ള MLA ആണ്. അതുപോലെ തന്നെ റാന്നിയിലാണെങ്കിലൊക്കെ. പക്ഷേ ഈ ജോസഫ് എന്ന് പറഞ്ഞ KC ജോസഫ് ഉണ്ടല്ലോ, KC ജോസഫ് അല്ല, ആ ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലയിലെ കോൺഗ്രസിനുള്ള ഒരു പിന്തുണയാണ്. പിന്നെ എന്തിനാണ് KC ജോസഫ് അല്ല ഇടപെട്ടെ പിന്നെ എന്തിനാണ് KC ജോസഫിന് അവിടെ മത്സരിക്കുന്നത്? അപ്പോൾ ഇവിടെ ഈ മാനദണ്ഡങ്ങൾ പലപ്പോൾ നമ്മൾ കാണുന്നത് ഒരു സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ കടിച്ചു പിടിച്ചിരിക്കുക. പിന്നെ ഇത്തവണ അപ്പം നിങ്ങൾ തെറമ്പിലിനെ മാറ്റി എന്തുകൊണ്ടാണ്? തെറമ്പിലെ സഭ ശക്തമായി പറഞ്ഞു ഇയാളെ മാറ്റണം. മാത്രമല്ല ഒരാളെ കൂടി പറഞ്ഞു കത്തോലിക്ക സ്ഥാനാർത്ഥി നിർത്തണം. അത് ചെയ്തിട്ടില്ല. റാന്നിയിലെ സ്ഥാനാർത്ഥി എന്താണ് മാറ്റത്? 2 ടൈമാണോ 3 ടൈമാണോ? കൃത്യമായ മറുപടി ഉള്ള കാര്യം. അപ്പം ഷാജു പോൾ ആണെങ്കിലും അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള പിന്നെ ആയിഷ പൊറ്റിയാണ് നമ്മളെ ഈ പറഞ്ഞ 3 ആളുകളും അവർക്ക് അവിടെ ലോക്കലായിട്ട് വലിയൊരു സ്വാധീനമുണ്ട്. ഈ പറഞ്ഞ 2 പേരെ അവിടെ മാറ്റാൻ പറ്റും. എസ്പെഷ്യലി ആയിഷ പൊറ്റിയുടെ കാര്യം വേണമെങ്കിൽ നമുക്ക് മാറ്റി നിർത്താം. മറ്റേ 2 പേരെയും ഷാജു പോളിനാണെങ്കിലും മറ്റേ നമ്മുടെ റാന്നിയിലെ സ്ഥാനാർത്ഥിയാണെങ്കിലും അവരെ മാറ്റാൻ പറ്റില്ല. കാരണം ഒരുപാട് കമ്മ്യൂണിക്കേഷനൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് അതല്ല KC ജോസഫിന്റെ കാര്യം. അവിടെയുള്ള ലോക്കലായിട്ട് ഓൾറെഡി റിബല് വന്നു. അവിടെയുള്ള കോൺഗ്രസ് വളരെ അസംതൃപ്തരാണ്. ഞാൻ അവിടെ പോയതാണ്. അതുകൊണ്ടാണ് പറയുന്നത് കാര്യങ്ങൾ പരിഗണിച്ചാണ് ജ്യോതികുമാർ പറഞ്ഞു വരുന്ന ആംഗിൾ എനിക്ക് പിടികിട്ടി. ഈ വിജയൻ തോമസിന് അടക്കമുള്ളവർ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ LDF എന്നൊരു ചോദ്യം ഫക്രുദ്ദീനോട് ഇട്ടു. അദ്ദേഹം വരുന്നത് ഇങ്ങനെയൊക്കെ ആവുമ്പോഴും ഞങ്ങളും ചില കാര്യങ്ങൾ പ്രാദേശികമായി കാര്യങ്ങളുടെ അനുസരിച്ചാണ് ഇത്തരം കാര്യങ്ങൾ വന്നതെങ്കിൽ തൃക്കാക്കര മണ്ഡലത്തിലെ സിറ്റിംഗ് MLA ബെന്നി ബെഹനാൻ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, KPCC പ്രസിഡന്റിന് മറ്റു ചില താല്പര്യങ്ങളുള്ള സാഹചര്യത്തിലാണ് ഞാൻ പിന്മാറുന്നത്. KPCC പ്രസിഡന്റ് VM സുധീരന് ബെന്നി ബെഹനാന്റെ വാക്കുകളിൽ മറ്റു ചില താല്പര്യങ്ങളാണ് ഉള്ളതെങ്കിൽ എന്താണ് ആ താല്പര്യങ്ങൾ? അതോടൊപ്പം തന്നെ വിജയൻ തോമസ് ഇവിടെയുണ്ട്. അദ്ദേഹം പറഞ്ഞു മാനദണ്ഡങ്ങൾ പാലിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. മാനദണ്ഡങ്ങൾക്കപ്പുറം ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കാണ് പ്രാധാന്യം ലഭിച്ചത്. പക്ഷേ പാർട്ടി പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഞാൻ പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നു. തൃശ്ശൂരിൽ തേറമ്പിൽ രാമകൃഷ്ണൻ ശക്തിയായി പ്രതിഷേധം അറിയിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനായിരുന്നു തൃശ്ശൂരിലെങ്കിൽ 25,000 വോട്ടിന് ജയിക്കുമായിരുന്നു. പുതിയ സാഹചര്യത്തിൽ ജയിക്കുമോ എന്ന് ഉറപ്പില്ലെന്ന് തേറമ്പിൽ രാമകൃഷ്ണന്റെ വാക്കുകൾ. കോഴിക്കോട് DCC പ്രസിഡന്റ് KC അബു സീറ്റ് കിട്ടാത്തതിൽ പരസ്യമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതോടൊപ്പം
കളങ്കിതർ മത്സരിക്കില്ല എന്ന് പറയുമ്പോൾ കളങ്കിതർ ആയ 5 പേർ മത്സരിക്കുമ്പോൾ 5 പേരിൽ ബെന്നി ബെഹനാൻ, ബെലിയാഡോ, പ്രാദേശിക സന്തുലിതാവസ്ഥയാണ് ജ്യോതികുമാറിന്റെ വാക്കുകളെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പരസ്യ പ്രതികരണങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ? കോൺഗ്രസിൽ വിജയ സാധ്യതയാണ് മാനദണ്ഡമെന്ന്, ആ മാനദണ്ഡത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ് സ്ഥാനാർത്ഥികളെ നിർണയിച്ചതെന്ന് KPCC എക്സിക്യൂട്ടീവ് അംഗം ജ്യോതികുമാർ ചാമക്കാല പറയുമ്പോൾ പാർട്ടിയുടെ നിലപാട് അദ്ദേഹം അത്തരത്തിൽ വ്യക്തമാക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ സംസ്ഥാനത്തുടനീളം ഇവിടെ പാനലിസ്റ്റ് ആയിട്ടുള്ള വിജയൻ തോമസ് ആ പ്രവർത്തകനായി വിനീതനായി പാർട്ടി തീരുമാനത്തെ അവസാനം അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോഴും ഗ്രൂപ്പ് സമവാക്യങ്ങൾ മുൻകൂറായി കയറിയതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തുടനീളം പ്രതിഷേധങ്ങൾ കോൺഗ്രസിൽ ഉയരുന്നത്. ഉദാഹരണം, തൃക്കാക്കരയിൽ PT തോമസിനെതിരെ വ്യാപകമായ പ്രതിഷേധം. ഞാൻ ഓരോന്നായി അടിവരയിടുകയാണ്. തൃക്കാക്കരയിൽ PT തോമസിനെതിരെ, പുനലൂരിൽ ജ്യോതികുമാർ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി യൂനിസ് കുഞ്ഞിനെതിരെ കോലം കത്തിക്കുന്ന അവസ്ഥ. താങ്കൾ 3 പേരാണ് പറഞ്ഞതെങ്കിൽ ഫക്രുദ്ദീൻ അതിനെ ന്യായീകരിക്കുമ്പോൾ ഞാൻ തിരിച്ചു ഉദാഹരണങ്ങളാണ്, താങ്കൾക്കത് ന്യായീകരിക്കാൻ അവസരം തരും. തൃക്കാക്കരയിൽ PT തോമസിനെതിരെ വ്യാപക പ്രതിഷേധം, പുനലൂരിൽ UDF സ്ഥാനാർത്ഥി യൂനിസ് കുഞ്ഞിന്റെ കോലം കത്തിച്ചുകൊണ്ട് വ്യാപക പ്രതിഷേധം. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ ആരാണ് DCC പ്രസിഡന്റ് മോഹൻ രാജ് വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹം സ്വയം ചിതയിലടങ്ങി. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇനി തെരഞ്ഞെടുപ്പും രംഗത്ത് ഞാനില്ല. DCC പ്രസിഡന്റ് മോഹൻ രാജ് വരാം. കോഴിക്കോട് DCC പ്രസിഡന്റ് KC അബു എന്താണ് പറഞ്ഞത്? 5 ഇടത്ത് എന്റെ പേര് പരിഗണിക്കണമെന്ന്. KC അബുവിനെ പോലെ ഒരാളാണ്. 5 ഇടത്ത് പേര് പരിഗണിക്കണമെന്ന് പറഞ്ഞു. ഇല്ല. തൃശൂരിൽ തേറമ്പിൽ രാമകൃഷ്ണൻ എന്ത് പറഞ്ഞു? മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നഗരസഭാ ചെയർമാൻ ശ്രീജ റാണിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് DCC ഓഫീസ് ഉപരോധമടക്കം വരുമ്പോൾ ഇത് ഉദാഹരണങ്ങൾ. പത്തനംതിട്ട മുൻ DCC ജനറൽ സെക്രട്ടറിയും മുൻ ട്രഷററും KPCC മെമ്പറുമായ അഡ്വക്കേറ്റ് ജയവർമ്മ ടെലിഫോണിൽ. അഡ്വക്കേറ്റ് ജയവർമ്മ, താങ്കൾക്ക് കേൾക്കാമോ? അഡ്വക്കേറ്റ് ജയവർമ്മ കേൾക്കാം. യെസ്. ഇപ്പൊ വിജയൻ തോമസ് ഇവിടെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. വിനീതനായ പാർട്ടി പ്രവർത്തകനാണ് അദ്ദേഹം. പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ പറഞ്ഞ പേരുകളടക്കം സംസ്ഥാനത്ത് മുഴുവൻ കോൺഗ്രസിൽ വിരുദ്ധ ആൾക്കാരുടെ പ്രതിഷേധം ശക്തമായി ആളിക്കത്തുമ്പോൾ അതിന് ഉത്തരവാദികൾ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് എന്ന് വിജയൻ തോമസിനെ പോലെ ഒരു മുതിർന്ന കോൺഗ്രസുകാരൻ പറയുന്നു. അഡ്വക്കേറ്റ് K ജയവർമ്മ, താങ്കൾക്ക് ആ അഭിപ്രായത്തോട് യോജിപ്പുണ്ടോ? വിജയൻ തോമസിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും എന്റെ പശ്ചാത്തലവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കണ്ട. താങ്കളുടെ അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ അഭിപ്രായമാണെങ്കിൽ ഈ കാര്യത്തിൽ ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം തന്നെ ആവർത്തിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് KSUയിലൂടെയാണ് എന്ന് ഇന്ന് മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ സൂചിപ്പിച്ചു. എന്റെ പ്രവർത്തനത്തിന്റെ പാരമ്പര്യം വെച്ചും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചുമാണ് ഞാൻ റാന്നി സീറ്റിന് വേണ്ടി ശ്രമിച്ചിരുന്നതും എന്റെ പേര് മുൻഗണനാ ക്രമത്തിൽ മുൻനിരയിൽ വന്നതും. സ്വാഭാവികമായും ആ പേരിന് മുൻഗണന വന്നപ്പോൾ റാന്നിയിൽ എന്റെ പേര് പരിഗണിച്ചു. അത് സ്ക്രീനിംഗ് കമ്മിറ്റി വരെ എത്തി. ആ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ എത്തിയതിനു ശേഷം എന്റെ പേര് സജീവമായി പരിഗണിക്കാതെ പിന്തള്ളപ്പെട്ടപ്പോൾ എനിക്ക് പരാതി ഉണ്ടായി. അതിന്റെ കാരണം എന്താണെന്ന് അറിയുവാനുള്ള ഒരു താല്പര്യവും എനിക്കുണ്ട്. ആ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ AICC ഇലക്ഷൻ കമ്മിറ്റിയിലും ഹൈക്കമാൻഡിനും പരാതി കൊടുക്കാൻ ശ്രമിച്ചത്. അത് വ്യക്തമാണ്. അഡ്വക്കേറ്റ് ജയവർമ്മ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, കോൺഗ്രസിന്റെ ഒരു രീതി അനുസരിച്ച് ഇപ്പോൾ ഇവിടെ തന്നെ പറയുകയുണ്ടായി, താഴെക്കിടയിൽ നിന്ന് സജഷൻസ് വരുന്നു, KPCCയിൽ തീരുമാനമെടുക്കുന്നു. താങ്കളെപ്പോലെ ഇത്രയും ആർജവവും പാരമ്പര്യവും ഉള്ള ഒരു നേതാവ്, മറ്റൊരു നേതാവും നമ്മോടൊപ്പം ഉണ്ട്. നിങ്ങളുടെയൊക്കെ പേര് താങ്കൾ പറയുന്നു സ്ക്രീനിംഗ് കമ്മിറ്റിയിലടക്കം മുന്തിയ പരിഗണന താങ്കൾക്ക്. പിന്നെ എന്തേ താങ്കളെ പോലെയുള്ളവരെ, വിജയൻ തോമസിനെ പോലെയുള്ളവരെ, ഞാൻ നേരത്തെ പേര് പറഞ്ഞു, അബു, KC അബു അടക്കം മറ്റു പേരുകൾ ഞാൻ പറയുന്നില്ല, എന്തുകൊണ്ട് ഈ മുന്തിയ പരിഗണനയൊക്കെ താഴ്ന്നു പോകുന്നു? അഡ്വക്കേറ്റ് ജയവർമ്മ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തുടനീളം പല കേസുകളും പല കാര്യങ്ങളും പലരുടെയും പറഞ്ഞു, പല മണ്ഡലങ്ങളെ കുറിച്ച് പറഞ്ഞു. മലപ്പുറത്ത് എനിക്ക് സമാനമായൊരു സ്വഭാവം ഉണ്ടായി. അവിടെ പ്രകാശ് എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയുടെ പരിഗണന ഇതുപോലെ എന്നെ പോലെ തന്നെ പരിഗണിച്ച് അവസാനം മാറ്റപ്പെട്ടു. അതിനെ എടുത്ത ഒരു മാനദണ്ഡമാണ് റാന്നിയുടെ കാര്യത്തിൽ നേതാക്കന്മാർ എടുത്തതെന്ന് എന്നോട് സൂചിപ്പിച്ചു. സ്വാഭാവികമായും അതിനെനിക്ക് മറുപടി ഉണ്ടെന്ന് ഞാൻ ചാനൽ ചർച്ചയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിൽ ഉടനീളം കോൺഗ്രസിന്റെ സംസ്കാരവും കോൺഗ്രസിന്റെ രീതിയും അനുസരിച്ച് മുൻകാലങ്ങളിൽ എടുത്തിട്ടുള്ള ചില നിലപാടുകളിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ ശ്രമിച്ചത്.
സ്വാഭാവികമായും ആ പരിഗണന കിട്ടാത്ത അപൂർവം ആളുകളിൽ ഒരാളാണ് ഞാൻ. എന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയുന്നത് ആ പാരമ്പര്യത്തിനനുസരിച്ച് എന്റെ ഒരു പക്വതയും എന്റെ പാരമ്പര്യത്തിന്റെയും സാഹചര്യത്തിൽ എനിക്ക് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം തരാമെന്ന് എനിക്ക് ഏകദേശം ധാരണയുള്ള അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം സ്ഥിരമായി തോറ്റുകൊണ്ടിരിക്കുന്ന, കോൺഗ്രസ് സ്ഥിരമായി തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ അനുവാദം തന്നു, അവസരം തന്നു. ഞാൻ സജീവമായി അവിടെ പ്രവർത്തനത്തിൽ ഇടപെട്ടുകൊണ്ടാണ് എന്റെ വിജയസാധ്യത ഏറെക്കുറെ ഉറപ്പായപ്പോഴാണ് ഈ ഘട്ടത്തിൽ എന്നെ ഒഴിവാക്കിയത്. അതിനെനിക്ക് വേദനയുണ്ട്, പ്രയാസമുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിൽ ഇതിനെ എന്നെ നീക്കിയത്, മാറ്റിയതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഒരു ഏർപ്പാടിൽ അതിൽ ഒരു പരാതിയാണ് ഞാൻ ഹൈക്കമാൻഡിനോട് കൊടുത്ത്. സ്വാഭാവികമായും എന്നെപ്പോലുള്ള ഒരാളിനെ ഈ പ്രായത്തിൽ KSUവിന് 77 ഈ പാർട്ടി പിളർന്നപ്പോൾ ബ്രഹ്മാനന്ദ റെഡ്ഡി കോൺഗ്രസ് ആയി അധ്യക്ഷനായ കോൺഗ്രസിന്റെ കൂടെ നിന്ന ഒരു പാരമ്പര്യം എനിക്കുണ്ട്. ആ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധ്യമല്ല. ആ പാരമ്പര്യത്തെ ചവിട്ടി തേച്ചോ ജയവർമ്മ? എന്റെ പാരമ്പര്യത്തെ എന്റെ പ്രവർത്തനത്തിന്റെ ആകത്തുകയും കൂടെ കണക്കിലെടുക്കുമ്പോൾ എനിക്ക് ആകെ നഷ്ടത്തിലാക്കി എത്തിക്കുന്ന ഒരു തീരുമാനമാണ് എനിക്ക് എതിരെ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ താങ്കളെ പോലെയുള്ളവരെ എന്തിനീ പാർട്ടി ഇങ്ങനെ ചതിക്കണം? ചതിക്കുകയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നെ ചതിച്ചെന്നോ വഞ്ചിച്ചെന്നോ ഒന്നും ഞാൻ ആ പദപ്രയോഗത്തിനൊന്നുമില്ല. പക്ഷെ എന്നോട് കുറെ കൂടി മാന്യത കാണിക്കണമായിരുന്നു പാർട്ടി, എന്നോട് കുറെ കൂടി നീതി കാണിക്കണമായിരുന്നു പാർട്ടി. ആരാണ് ഈ പാർട്ടി ജയവർമ്മ? ഈ പാർട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ പാർട്ടിയുടെ നേതാവ് ഹൈക്കമാൻഡ് തൊട്ടിങ്ങിയ ബൂത്ത് പ്രസിഡന്റുമാർ ഈ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. പക്ഷേ ആ നേതാക്കളൊക്കെ മുന്തിയ പരിഗണന തന്നിട്ടും താങ്കളുടെ പേര് ലിസ്റ്റിലില്ലല്ലോ. സ്വാഭാവികമാണ്. ആ പരാതി എന്റെ പേര് നീക്കിയത് അല്ല, എനിക്ക് വീണ്ടും 2011 എന്റെ പേര് പരിഗണിച്ചിരുന്നതാണ്. 2016 ആയപ്പോൾ ഞാൻ പ്രതീക്ഷയോടെ ഇരുന്നതാണ്. ശരിയാണ്. സ്വാഭാവികമായും ഈ തവണ എന്റെ പേര് തന്നാൽ റാന്നി മണ്ഡലം ഇപ്പോൾ സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ എതിർ സ്ഥാനാർത്ഥിയാകേണ്ടിയിരുന്ന രാജു എബ്രഹാം, ഇവിടെ ഈ ചർച്ചയിൽ ഞാൻ കേട്ടു, രാജു എബ്രഹാമിനെ സ്ഥാനാർത്ഥിയാക്കിയ സാഹചര്യം ജയവർമ്മയ്ക്കറിയാം. കാരണം ഒരു പ്രത്യേക സമുദായത്തിന് പരിഗണന കൊടുത്തുകൊണ്ടാണ് ഞാൻ പറയട്ടെ, ഒരു ചാനൽ ചർച്ചയിൽ പറയുമ്പോൾ ഞാൻ കേട്ട കാര്യം കൂടെ പറഞ്ഞ് പരാമർശിക്കാൻ പോകുന്ന റാന്നിയെപ്പോലുള്ള കാര്യം എടുത്തിട്ടുകൊണ്ടാണ്. ഈ രാജു എബ്രഹാമിനെ മാത്രമേ ഉള്ളൂ അവിടെ പല സ്ഥാനാർത്ഥികളും ഡിവൈഎഫ്ഐ നേതാക്കന്മാരുണ്ടായിരുന്നു, അവരെ പരിഗണിക്കാതാണ്. ഒരു കാര്യം പ്ലീസ്, ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നത് കേൾക്കൂ പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കൂ. അതായത് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കിയെങ്കിൽ എനിക്ക് പത്തനംതിട്ട എനിക്ക് ഒരു സ്പേസ് കിട്ടിയത്. അങ്ങനെ മാറ്റം ഉണ്ടാക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നില്ല. ആറുമലയിൽ അല്ല, എനിക്ക് മനസ്സിലാകാത്തത് ജയവർമ്മ പ്ലീസ്, താങ്കളൊരു അഭിഭാഷകനാണ്. എനിക്ക് മനസ്സിലാകാത്തത് താങ്കൾ പറഞ്ഞു വരുന്നത് LDFന്റെ സ്ഥാനാർത്ഥിയെ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ എനിക്ക് അവസരം കിട്ടുമെന്നായിരുന്നോ? അല്ലല്ല, LDF പത്തനംതിട്ട പോലുള്ള വളരെ കടമനിട്ട രാമകൃഷ്ണനെയൊക്കെ പരീക്ഷിച്ച് ആറുമല പോലെടുത്ത് ഈ തവണ പരീക്ഷിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ കുറിച്ച് ഞാൻ പറയുന്നത് ഒരു അത് LDFന്റേതായ രാഷ്ട്രീയം, അവർ അത് നിശ്ചയിച്ചോട്ടെ. BJPക്ക് BJPയുടേതായ സ്ഥാനാർത്ഥി, അതൊക്കെ ആകട്ടെ. അതിലും ആ കാര്യങ്ങളിലും ഇപ്പൊ NDAയുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥി, അത് LDFന്റെ വിഷയം, NDAയുടെ വിഷയം. താങ്കൾക്ക് സീറ്റ് നിഷേധിച്ചതിനെ കുറിച്ച് താഴെക്കിടയിലുള്ള എല്ലാ സമിതികളിലും താങ്കളുടെ പേര് വളരെ ശക്തമായി പരിഗണിച്ചു. താങ്കൾക്ക് പല കേന്ദ്രങ്ങളിൽ നിന്നും ഉറപ്പ് ലഭിച്ചു. സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ അടക്കം താങ്കളുടെ പ്രതീക്ഷ. 5 വർഷമായി താങ്കൾ മണ്ഡലത്തിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്നു. എന്റെ വാക്കുകളല്ല, താങ്കളുടെ വാക്കുകളാണ്. പക്ഷെ ദില്ലിയിലെത്തിയപ്പോൾ അഡ്വക്കേറ്റ് K ജയവർമ്മ ചവിട്ടി തേച്ചു. താങ്കളെ മാത്രമല്ല, VM സുധീരനും ഇതുതന്നെ പറയുന്നു എന്ന് ഞാനല്ല പറയുന്നത്, ബെന്നി ബെഹനാൻ. സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിൽ പത്തനംതിട്ടയ്ക്കിടെ പ്രത്യേകത വെച്ച് ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രതീക്ഷ റാന്നിയിൽ എനിക്ക് സാധ്യതയുണ്ട്, വിജയിക്കാൻ കഴിയും. അത് കണക്കിലെടുത്ത് നേതൃത്വം ഈ തവണ ഒരു പരീക്ഷണത്തിന് തയ്യാറാകും എന്നായിരുന്നു എന്റെ വിശ്വാസം. ആ വിശ്വാസം അസ്ഥാനത്തായപ്പോതിൽ ഞാൻ ഖേദിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പരാതിയിന്മേൽ ഒരു അന്തിമമായ വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു അഭിഭാഷകനായ ഞാൻ ഒരു കൊലക്കേസിലെ പ്രതിയെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പോലെ അതിനെക്കുറിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഞാൻ ഇപ്പൊ പോകുന്നില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, അതായത് ഇതിനിടയിൽ വീണ്ടും പ്രതീക്ഷയ്ക്ക് അവസരമുണ്ട്. അങ്ങനെ പ്രതീക്ഷ താങ്കൾക്ക് കിട്ടിയില്ലെങ്കിൽ താങ്കൾ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെയുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചോളം എന്റെ അവസരം ഞാൻ KSU തൊട്ട് എന്റെ സ്ഥാനം വഹിച്ച ഒരു പാരമ്പര്യം വെച്ച് എനിക്ക് എന്നേ തരേണ്ടതായിരുന്നു. പക്ഷേ തരാതിരുന്നപ്പോൾ അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് മത്സരിക്കാൻ, അല്ലെങ്കിൽ അത്തരം അധികാരമോഹങ്ങളൊന്നുമില്ല, മറ്റൊരു അധികാരമോഹങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജയൻ തോമസ് ഇരിക്കുമ്പോഴാണ് A സജീവനും ഫക്രുദ്ദീനും വലിയൊക്കെ പറയുന്നത് മാന്യതയുടെ നിറകുടങ്ങൾ,
താങ്കളെയും ആ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കട്ടെ എന്നെ ഒരു തീരുമാനം Yes, തീരുമാനം അത് വ്യക്തമാണ്. പ്ലീസ് പാർട്ടിയുടെ തീരുമാനത്തിന് വിധേയമായി നിന്നതിന്റെ ഒരു ശിക്ഷയായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കും. പക്ഷെ ഒരു കാര്യം കൂടെ പറയട്ടെ, കോൺഗ്രസിന് ഇത്തരം എന്തെങ്കിലും തിരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുത്തുന്നതിന്റെ മുൻനിരയിലായിരിക്കും. കോൺഗ്രസിന് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു എളിയ പ്രവർത്തനായ ഞാനും ആ തിരുത്തൽ ശക്തിയുടെ കൂടെ നിൽക്കും, അണിനിരക്കും. നാളെയും ഈ തിരുത്തലിന്റെ ഭാഗത്തിൽ ആരാണോ മുൻനിരയിൽ നിൽക്കുന്നത്, അത് വി എം സുധീരനായാലും ശരി, അത് ഉമ്മൻചാണ്ടിയായാലും ശരി, എനിക്ക് സ്വാഭാവിക മാധ്യമ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ ഒരു കൗതുകം താങ്കളുടെ വാക്കുകൾ ചോദിക്കുന്നുണ്ട്. തിരുത്തൽ ശക്തിയോടൊപ്പം നിൽക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ താങ്കളുടെ വിലയിരുത്തൽ അനുസരിച്ച് ആരാണ് കോൺഗ്രസിൽ തിരുത്തൽ ശക്തി? അത് ഓരോ കാലഘട്ടത്തിൽ വരും. ഇന്ന് വർത്തമാനകാലത്തിൽ ഒരു തിരുത്തൽ ശക്തിക്ക് പ്രതീക്ഷയുണ്ട്. തിരുത്തൽ ശക്തി ഇതിനകത്ത് ആരൊക്കെ നേതൃത്വം കൊടുക്കുന്നു, ആരൊക്കെ, ഞാൻ ആ കാര്യത്തിൽ വളരെ നിരീക്ഷാഭാവത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയും കഴിഞ്ഞ് ഹൈക്കമാൻഡ് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടും ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നല്ലോ, എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. ഈ ആത്മവിശ്വാസമാണ് എന്റെ കൈമുതൽ. ഈ ആത്മവിശ്വാസമായിക്കൊണ്ട് ഈ പാർട്ടിയിൽ ഞാൻ പാർട്ടി വിട്ടുപോയി തെരുവിൽ നിന്ന് ഒരു യുദ്ധത്തിനില്ല. അതൊക്കെ താങ്കളുടെ നിലപാടാണ്. ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, താങ്കളുടെ സ്ഥാനാർത്ഥി നിഷേധത്വം ഇത് ആ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ വിജയ സാധ്യതകളെ ബാധിക്കും എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് അതിന്റെ മതിയായ വിശദീകരണങ്ങൾ തേടിക്കഴിഞ്ഞാൽ ഞാൻ മറ്റു ചർച്ചകളിൽ പറയാം. എന്നെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ പറയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരം ഒരു കടന്നിലേക്ക് ഞാൻ പോകുന്നില്ല. UDF സ്ഥാനാർത്ഥിയും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയത്തിനെതിരായി ജയവർമ്മ പ്രവർത്തിക്കുന്ന ഒരു പാരമ്പര്യമില്ല. ഞാൻ ഹൈക്കോടതി കേസിൽ പ്രതിയായിട്ടുണ്ട്. ചീഫ് ഇലക്ഷൻ പെറ്റീഷനില്ലാത്ത ഒരു കാര്യം, അത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ചീഫ് ഇലക്ഷൻ ഏജന്റ് ഒരു EP കേസിൽ, ഇലക്ഷൻ പെറ്റീഷൻ കേസിൽ കോ റെസ്പോണ്ടന്റ് ആക്കിക്കൊണ്ട്. അത് ആർക്കാണെന്നറിയോ? ഇന്നിപ്പോ തിരുവല്ലയിൽ മത്സരിക്കുന്ന ജോസഫ് പുതുശ്ശേരിയുടെ ഇലക്ഷൻ കേസിൽ 2001 ഞാൻ കോടതി കയറി ഇറങ്ങി നടന്ന ഒരു പാരമ്പര്യം എനിക്കുണ്ട്. ജയവർമ്മ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ രാഷ്ട്രീയത്തേക്ക് അടുത്ത് നിന്ന് പഠിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് താങ്കളോട് ബഹുമാനവും സ്നേഹവുമുണ്ട്. ഒപ്പം അല്പം ഞാൻ എന്താ വാക്ക് പറയേണ്ടത്, ചവിട്ടിത്തേച്ചു എന്ന് താങ്കൾ തന്നെ പറഞ്ഞ ആ വാക്ക് കടമെടുത്തുകൊണ്ട് താങ്കൾ അടിയുറച്ച് അവിടെ നിൽക്കൂ കോൺഗ്രസിൽ തന്നെ. പക്ഷേ എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയത് താങ്കളുടെ ഒരു മറുപടി എന്റെ ചോദ്യത്തിന്. ആ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെയോ UDFന്റെയോ വിജയ സാധ്യതയെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞ ആ ഒരു മൗനം, ഒരു നിമിഷത്തേതെങ്കിൽ ഒരു നിമിഷം, അതിനപ്പുറത്തേക്ക് താങ്കൾ നൽകിയ വിശദീകരണം എനിക്ക് ഇപ്പോൾ ഇത് വിശദീകരിക്കാൻ പറ്റില്ല, വരുന്ന ചർച്ചകളിൽ കാണാമെന്നുള്ളത് വ്യക്തമാണ്. താങ്കൾ ദയവായി തുടരുക. ആ സന്ദർഭവശാൽ താങ്കളിലേക്കും വരാം. ശ്രീ A. സജീവൻ, നേരത്തെ വിജയൻ തോമസ് ആ ക്വസ്റ്റ്യനിൽ അദ്ദേഹത്തിന്റെ മറുപടിയിലും ഞാൻ താങ്കളിലേക്ക് തന്നെ വന്നു. ഇപ്പോൾ ജയവർമ്മയും പറയുന്നു, എല്ലാ രാഷ്ട്രീയക്കാരുടെയും മറുപടിയിൽ ഒരു മൗനവും അവരുടെ വാക്കുകളുടെ മറ്റു ചില നിലപാട് പ്രഖ്യാപനവും, അതിൽ നിന്നാണ് മാധ്യമപ്രവർത്തകർ ഒരുപാട് കാര്യങ്ങൾ വായിക്കേണ്ടതും. ജയവർമ്മ നമ്മോട് പ്രതികരിക്കുമ്പോൾ നേരത്തെ ജ്യോതികുമാർ ചാമക്കാലയുടെ വിശദീകരണവും വരുമ്പോൾ താങ്കൾ എങ്ങനെ കാണുന്നു കാര്യങ്ങളെ? ആദ്യം വിജയൻ തോമസും ഇപ്പോൾ ജയവർമ്മയും പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് സത്യത്തിൽ മറുപടി പറയേണ്ടത് ജ്യോതികുമാറാണ്. ഇവിടെ എന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും സംതൃപ്തിയാണ്, ഹൈക്കമാൻഡിൻ്റെ ലിസ്റ്റിങ് വന്നതോടുകൂടി എല്ലാവരും തുള്ളിച്ചാടുന്നൊരവസ്ഥയിലാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ മറ്റുള്ള കാര്യത്തിൽ പറഞ്ഞൊന്നും ഈ LDFൻ്റെ ചർച്ച ഇവിടെ അല്ലാത്തതുകൊണ്ടാണ് LDFിൽ പിന്നെ VS മത്സരിക്കണമോ 92 94 വയസ്സായിട്ട് അദ്ദേഹം മത്സരിക്കേണ്ടതുണ്ടോ വേണ്ടോ എന്നുള്ള കാര്യം ഞാൻ പറയാത്തത്. അതല്ലല്ലോ ചർച്ച. ആ സമയങ്ങളിൽ ഞാൻ കൃത്യമായിട്ട് തന്നെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇപ്പോൾ ശരിക്കും ഞാൻ ജയവർമ്മയുടെ വാക്കുകളിൽ മനസ്സിലാക്കുന്നൊരു കാര്യം, കേരളത്തിലെ കോൺഗ്രസിൽ അടിയന്തരമായിട്ടൊരു തിരുത്തൽ ആവശ്യമായിരിക്കുന്നു. തിരുത്തൽ ശക്തി ഉണ്ടാവുക തന്നെ ചെയ്യും. അദ്ദേഹം ആളുടെ പേരൊന്നും പറഞ്ഞില്ല. പക്ഷേ ഈ യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്ന സമയത്ത് തിരുത്തൽ ശക്തി ഉണ്ടാകുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതിൻ്റെ കൂടെ ഒരു അടി പോലും പിന്നോട്ടല്ലാതെ നിൽക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഇത് വിജയൻ തോമസ് പറയുന്നു, ജയവർമ്മ പറയുന്നു, ഇതേപോലെ നൂറുകണക്കിന് ആളുകൾ പറയുന്നുണ്ട്. മാത്രമല്ല ഇവർക്കൊക്കെ പ്രതീക്ഷയുണ്ട്. ഇപ്പോഴും അവരൊക്കെ പൊട്ടിത്തെറിക്കാത്തതിന് കാരണം, ജയവർമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ പൊട്ടിത്തെറിക്കാത്തതിന് കാരണം ഇനിയും ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ്. ഞാൻ എൻ്റെ ഒരു ഒറ്റ അനുഭവം പറയാം. ഇതേപോലെ സീറ്റ് കിട്ടാതെ അവഗണിക്കപ്പെട്ട ഒരാൾ ഇന്ന് ഉച്ചയ്ക്ക്, ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല, ഇന്ന് ഉച്ചയ്ക്ക് എന്നെ വിളിച്ചു പറഞ്ഞു,
സഹായിക്കണം, എല്ലാ കാര്യങ്ങളും ഭംഗിയായി വരുന്നതാണ് തോന്നുന്നത്, സഹായിക്കണം, പിന്തുണയുണ്ടാവണം, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വിളിച്ചു. സത്യത്തിൽ ഞാൻ അപ്പോഴാണ് നോക്കുന്നത്, ഞാൻ TV വെച്ച് നോക്കി, ഇദ്ദേഹത്തിൻ്റെ പേര് മാറി വന്നു, ആ മണ്ഡലത്തിൽ പുതിയതായിട്ട് ഇദ്ദേഹത്തിൻ്റെ പേര് വന്ന് നോക്കുമ്പോൾ ഇതുവരെ അങ്ങനെ കണ്ടില്ല. പക്ഷേ ഇവർക്കൊക്കെ പ്രതീക്ഷയുണ്ട്. ഈ ഇപ്പോഴത്തെ അവസ്ഥ ഒരു പ്രതീക്ഷയ്ക്കൊരു വകുപ്പ് കൂടിയുള്ളത്, എല്ലാം കഴിഞ്ഞ് വെട്ടിമാറ്റി ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയാണ് എന്ന ഒരു അവസ്ഥയിലായിരുന്നല്ലോ. രാഹുൽ ഗാന്ധി വെച്ച പേര് പോലും വെട്ടിമാറ്റിയിട്ട് അങ്ങനെ വന്നിട്ട് ഉള്ളതിന് തൊട്ട പിറ്റേ ദിവസം രാഹുൽ ഗാന്ധി ഒരു പ്രധാനപ്പെട്ട പേര് വെട്ടി. ഇനിയും പല പേരുകളും വെട്ടിമാറ്റപ്പെടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജയവർമ്മയും വിജയൻ തോമസും ഞാൻ അറിയുന്ന പല ആളുകളും ഉള്ളതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അവർ പൊട്ടിത്തെറിക്കാത്തത്. അതേ സമയത്തിന് അവർ വിശ്വസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇവിടെ ഒരു തിരുത്തൽ അത്യാവശ്യമാണ്. ആ തിരുത്തലിന് നേതൃത്വം കൊടുക്കാൻ ഇപ്പോഴുള്ള ആളുകളോ അല്ലെങ്കിൽ ഇനി ആരെങ്കിലുമോ വരുമെന്നവർക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൻ്റെ കൂടെ നിൽക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഇവരൊക്കെ തന്നെ തയ്യാറുമാണ്. അതല്ലാതെ പേടിച്ചോടുന്നില്ല. കോൺഗ്രസിനെ അവർ കുറ്റം പറയുന്നത്, എനിക്ക് ഇവരോടുള്ള തോന്നുന്ന താല്പര്യം എന്ന് പറയുന്നത്, ഇവിടെ വിജയൻ തോമസ് ആണെങ്കിലും പിന്നെ ജയവർമ്മയാണെങ്കിലും കോൺഗ്രസിനെ കുറ്റം പറയുന്നില്ല, മഹത്തായ പ്രസ്ഥാനമാണെന്ന് പറയുന്നു. പക്ഷേ അതിൽ കുറേ കുൽസിത മനസ്സുള്ള ആളുകളുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ പാർട്ടിയോടൊപ്പം നിന്നുകൊണ്ട് തിരുത്തൽ ശക്തിയാവാൻ വരുന്ന നേതാവിനൊപ്പം അല്ല നേതാക്കൾക്കൊപ്പം നിന്ന് ഈ പാർട്ടിയെ രക്ഷപ്പെടുത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്. അത് നല്ല സൈനാണ്. അല്ലാതെ ഒറ്റയടിക്ക് ഇതിനെ തള്ളി പറഞ്ഞുകൊണ്ട് പുറത്തു പോകലല്ലേ എന്ന്. വളരെ നല്ല ഒരു കാര്യമാണ് അവർ പറഞ്ഞത്. ഇതൊക്കെ മനസ്സിലാക്കേണ്ട ജ്യോതികുമാറിനെ പോലെ എല്ലാം ശരിയായി എന്നിട്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് മുഴുവൻ സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യേ എന്ന രൂപത്തിൽ ഹാപ്പി ജാമിൻ്റെ പരസ്യം വെച്ചിരിക്കുകയാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതിനപ്പുറത്ത് യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കണം. ഇത് LDFിൽ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. LDFിൽ 92 94 വയസ്സായി VS മത്സരിക്കുന്നതിനോട് ഞാൻ അതിനെ വ്യക്തിപരമായിട്ട് അതിനെ ശരിയായിട്ട് കാണുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതിന് പകരം അത് പറയുമ്പോൾ ഇതാണ് വേറെ മറുപടി. പയറെത്ര അരി എത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്നല്ല പറയേണ്ടത്, അരി എത്ര എന്ന് ചോദിച്ചാൽ അരി എത്രയെന്നാണ് പറയേണ്ടത്. യെസ്, ജ്യോതികുമാർ ചമക്കാല, അരി എത്രയെന്ന് ചോദിച്ചാൽ താങ്കൾ ദയവായി സമയമില്ല, എനിക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അരി എത്രയെന്ന് പറയൂ. എനിക്ക് സമയം തരണം. ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഇടതുപക്ഷത്തിന്റെ ഈ ഒറ്റ വാചകത്തിൽ അവസാനിപ്പിക്കാം. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഉണ്ടായിട്ട് പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാവില്ലെന്ന് എനിക്കറിയാം. ഇനി താങ്കൾ പറഞ്ഞ 2-3 വിഷയങ്ങളും അദ്ദേഹം ഉന്നയിച്ച 2-3 വിഷയങ്ങളും നമ്മളിപ്പോൾ പ്രകടമായി ചൂണ്ടിക്കാണിച്ച സീറ്റുകൾ, ഒന്ന് കോവളം, അദ്ദേഹം ആധാരമായ നിയോജക മണ്ഡലം കോവളം, ജയവർമ്മൻ വന്ന മണ്ഡലം, നിങ്ങൾ പറഞ്ഞ പത്തനംതിട്ട, അതുപോലെ തന്നെ കോഴിക്കോട്, ഈ നിയോജക മണ്ഡലങ്ങളിലെല്ലാം ചെറിയ പ്രതിഷേധങ്ങൾ പുറത്തു വന്നിരിക്കുന്നുവെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ മുന്നിലേക്ക് പോയ പേരുകളിൽ 1-2 പേരുകളാണ് പോയത്. അതിൽ നിന്നും സെലക്ട് ചെയ്യപ്പെടാതെ പോയ ഒഴിവാക്കപ്പെട്ട ആളുകളുടെ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മിനിറ്റ് ഞാൻ തീർത്തോട്ടെ, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടു, അതായത് സ്ക്രീനിംഗ് പ്രോസസ്സ് നടത്തി താഴേക്കടയിൽ നിന്ന് വന്ന് ഉപരിതലത്തിലെത്തി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് സമിതിയും കണ്ടതിന് ശേഷം സ്ക്രീനിംഗ് കമ്മിറ്റി, AICCയുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയും കണ്ട് ഹൈക്കമാൻഡിന് മുന്നിലേക്ക് പട്ടിക സമർപ്പിച്ചപ്പോൾ 2 പേരിൽ നിന്ന് 1 പേരായി. സ്വാഭാവികമായിട്ടും 5-6 നിയോജക മണ്ഡലത്തിൽ അത്തരത്തിൽ 2 പേരിൽ നിന്ന് 1 പേരായി ഒഴിവാക്കപ്പെട്ടപ്പോൾ ഒഴിവാക്കപ്പെട്ടവർക്ക് സ്വാഭാവികമായി ഉണ്ടായ മനോവിഷമത്തിൽ നിന്നുണ്ടായ ചില പ്രതികരണങ്ങൾ മാത്രമാണ്. തീർച്ചയായിട്ടും ഞാൻ തീർത്തോട്ടെ. ആ വിഷമങ്ങൾ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം, ഇപ്പോൾ ജയവർമ്മൻ തന്നെ ചോദിച്ചത് അദ്ദേഹത്തെ എന്തുകൊണ്ട് ഒഴിവാക്കി, അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കാൻ ഇന്നത്തെ പാർട്ടി നേതൃത്വങ്ങൾക്ക് സാധിക്കും. അവർ തീർച്ചയായും അതിന് പരിഹാരമുണ്ടാക്കും. ഈ നേതാക്കന്മാർക്ക് ആർക്കൊക്കെയാണോ ഇത്തരത്തിൽ ആശങ്കകൾ ഉള്ളത് അവരുടെ ആശങ്കകൾ പറഞ്ഞ് പരിഹരിക്കാനുള്ള കെൽപ്പ് ഇന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. മൂവർ സംഘത്തിന് അതിനുള്ള കഴിവുണ്ട്. ആ മൂവർ സംഘത്തിൽ അപ്പോഴും ഒരു ചോദ്യം ഉയരുന്നു, ആ മൂവർ സംഘത്തിൽ ആരാണ് തിരുത്തൽവാദി? ആ തിരുത്തലിനോടൊപ്പം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിനെ കുറിച്ചാകുമ്പോൾ വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ KV മനോജ് എല്ലാം കഴിഞ്ഞിട്ടൊരു ഫൈനൽ കൺക്ലൂഷനിലേക്ക്, വിജയൻ തോമസിലേക്ക് എനിക്ക് പോകേണ്ടതുണ്ട്. 1 മിനിറ്റ്. എൻ്റെ ചോദ്യം, ഇതൊക്കെ കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ, തിരുത്തൽ ശക്തിയോടൊപ്പം കൂടെ നിൽക്കും. വിജയൻ തോമസും തിരുത്തൽ ആഗ്രഹിക്കുന്നുണ്ട്, ജയവർമ്മയും തിരുത്തൽ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രതീക്ഷ അതവിടെ നിൽക്കട്ടെ. അങ്ങനെയൊന്നും സംഭവിക്കുമോ കോൺഗ്രസിൽ? താങ്കളുടെ നിരീക്ഷണം. അല്ല, ഇതിൽ 1 മിനിറ്റ്. പ്രദീപ്, എല്ലാ കാലത്തും കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു പക്ഷേ സ്വാതന്ത്ര്യപ്രാപ്തിയുടെ കാലം മുതൽ നമ്മൾ പരിശോധിച്ചാൽ മതി. ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നമ്മൾ പരിഗണിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റിൻ്റെ മുന്നിൽ 2 മുന്നണികൾ നിൽക്കുമ്പോൾ
അവിടെ വിജയസാധ്യത എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു നേരിയ മാർജിൻ മാത്രമുള്ള ഒരു 5 ലക്ഷത്തിന്റെ മാർജിനുള്ള കേരളത്തിൽ സാധ്യത ആരും അംഗീകരിക്കുന്നില്ല, വിജയൻ തോമസ് പോലും അംഗീകരിക്കുന്നില്ല. അല്ല, ആ വിജയസാധ്യത എന്നത് കൺസേൺഡ് ആയിട്ടുള്ള പാർട്ടികൾ ഒരു പക്ഷേ പിന്നെ AICC അടക്കം അവരൊരു കമ്മിറ്റി വെച്ചുകൊണ്ട് കണ്ടെത്തിയ ചില നിരീക്ഷണങ്ങളുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനമാണ് ഇതിൽ. ഇനി രണ്ടാമത് മറ്റൊന്ന് പരിഗണിക്കപ്പെടേണ്ട കാര്യം, ഈ ആസ്പിറൻസ് സ്വാഭാവികമായിട്ടും ഓരോ മണ്ഡലത്തിലും 3, 4, 5 പേരുണ്ടാവാം. ഇപ്പം മണ്ഡലം കമ്മിറ്റികൾ മുതൽ കോൺഗ്രസിൽ അത്തരത്തിലൊരു കാൻഡിഡേറ്റ്സിൻ്റെ സെലക്ഷൻ പ്രോസസ്സ്, ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സ് നടന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ ആസ്പിറൻസ് ആയിട്ടുള്ള ആളുകൾ സീറ്റ് കിട്ടാതെ വരുമ്പോൾ പ്രതിഷേധിക്കുക, അങ്ങനെയാണോ വിജയൻ തോമസ്? ആസ്പിറൻസ് അതാണോ ഈ പ്രശ്നം? ഇവിടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഞാനിപ്പോൾ സീറ്റ് കിട്ടാത്തതുകൊണ്ട് ഇവിടെ ബഹളം ഉണ്ടാക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നുമില്ല. എൻ്റെ ആശയങ്ങളും എനിക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പ്രവർത്തിച്ചാൽ എന്താണ് അതിൻ്റെ ഇതെന്നുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിന് പൂർണ്ണമായിട്ടും ബോധ്യമായത് ഈ തെരഞ്ഞെടുപ്പ് ഈ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയ ഒട്ടും ശരിയായിരുന്നില്ല, അത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലായിരുന്നു. അതിൽ പ്രയാസമുണ്ടെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ ഒരു സാഹചര്യത്തോട് യോജിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഇത് കാണും. ജ്യോതികുമാറിന്റെ പ്രതീക്ഷ കാണും, എനിക്ക് എൻ്റെതായ ആശയമുണ്ട്. കാരണം ഓരോരുത്തർക്കും അവരവരുടെ ആശയം. ഞാനൊരു ആരുടെ അടിമയൊന്നുമല്ല, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരനാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള അഭിപ്രായം എനിക്ക് ഏത് വേദിയിലും പറയാനുള്ള അവകാശമുണ്ട്. അത് നേതാക്കന്മാർക്ക് അല്ലല്ല. എങ്കിൽ നിങ്ങൾ ആരും ചാനൽ ചർച്ചയ്ക്ക് വരരുത്. ഞാൻ പറയുന്ന പാർട്ടി KPCC സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടിയുടെ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. ഞാൻ പാർട്ടി വിരുദ്ധ അഭിപ്രായം ഒന്നുകൂടെ പറഞ്ഞിട്ടില്ല. ഞാൻ അംഗീകരിക്കത്തില്ല. അത് അംഗീകരിക്കണ്ട, ഞാൻ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. കോൺഗ്രസ് വലിയ കാര്യമൊന്നുമില്ല. പല AK ആന്റണിനെ മുക്കാലി കെട്ടി അടിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടി വിട്ടുപോയിട്ടുള്ള നമ്മുടെ മുരളീധരൻ ഇപ്പൊ ഈ പാർട്ടിയിലില്ലേ. പിന്നെ ഈ പറഞ്ഞ സുധീരൻ തന്നെ എന്തൊക്കെ അടി എവിടെ നിന്നൊക്കെ അടിച്ചത് ഇപ്പൊ അടിച്ചിട്ടില്ല. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഇലക്ഷന്റെ തൊട്ട് മുമ്പല്ലേ സുധീര ഈ കളങ്കിതരുടെ മറ്റേ ഉമ്മൻചാണ്ടി ആക്രമിച്ചത്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി പറഞ്ഞാൽ ശരി, അത് കേഡ പാർട്ടി, അതിന്റെ സിസ്റ്റം അങ്ങനെ. പക്ഷേ കോൺഗ്രസ് അങ്ങനെ അല്ല അതിന്റെ സിസ്റ്റം. അതുകൊണ്ട് തന്നെയാണ് അവിടെ നമുക്ക് വിജയൻ തോമസും നേരത്തെ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾക്കൊക്കെ ഒരു പ്രാമുഖ്യമുണ്ടോ? സ്വാഭാവികമായിട്ട് അതിൽ നിന്നാണ് കോൺഗ്രസ് പലപ്പോഴും പിന്നെ അടുത്ത ഇലക്ഷനിലെ കറക്ഷൻ പ്രോസസ്സിലേക്ക് കോൺഗ്രസ് വിരുദ്ധമായ സ്വഭാവം. കോൺഗ്രസിന്റെ നമ്മളൊക്കെ അംഗീകരിക്കുക വലിയൊരു ഘടകം. കാരണം എല്ലാവർക്കും പറഞ്ഞങ്ങ് തീരും, അങ്ങ് പൊട്ടിപ്പോ. പക്ഷേ ജനാധിപത്യത്തില് സ്വാഭാവികമായി ഇതൊരു ചർച്ചയിൽ ജ്യോതികുമാർ, വിജയൻ തോമസിനെ പോലെയുള്ള ആൾക്കാരെ താങ്കൾ പാർട്ടിയുടെ ഒരു ഭീഷണി പറഞ്ഞ് ഭീഷണിപ്പെടുത്തരുത്. ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ഈ പറഞ്ഞ അച്ചടക്കം എങ്ങനെ നടത്തിയ സുധീരനാണ് ഇപ്പൊ ഈ അദ്ദേഹം പറഞ്ഞത് എനിക്ക് പറയാനുള്ളത് ഞാൻ എവിടെയും പറയും, അദ്ദേഹത്തെ എന്തും പറയാം. പക്ഷേ പാർട്ടി കാര്യങ്ങൾ പാർട്ടി വേദിയിലെ ചർച്ച ജയ്ഹിന്ദ് പോലൊരു നേരത്തെ സജീവൻ പറഞ്ഞതാണ്, ജയ്ഹിന്ദ് ഒരു ചാനലിനെ വീക്ഷണം പോലെയൊക്കെ ചലിപ്പിക്കുന്ന പാർട്ടി കാര്യങ്ങൾ പാർട്ടി വേദിയിൽ സംസാരിക്കാവുന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്കാർ ഏറ്റവും കൂടുതൽ വാർത്താ മാധ്യമങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എല്ലാ കാലത്തും. ആ ചർച്ചകൾ ഇങ്ങനെ നിൽക്കുമ്പോഴും ജനാധിപത്യ സ്വഭാവത്തിൽ ചർച്ചകൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും. വരും ദിവസങ്ങളിലും ഇത്തരം ചർച്ചകൾ ഏതൊക്കെ തരത്തിലായിരിക്കും ജനങ്ങളുടെ ഇടയിൽ പ്രതിഫലിക്കുക? മെയ് 16 ഇലക്ഷൻ, 19 അതിന്റെ റിസൾട്ട്. അതുവരെ അത്തരം ചർച്ചകൾക്ക് കാത്തിരിക്കേണ്ടിയും വരും. ഇടവേള. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.